പരിപൂർണ സൗഖ്യം പ്രാപിച്ചു. പിറ്റേ ദിവസം അന്ന് തന്നെ ഞാൻ സോഫിയെ പോയി കണ്ടു. 60,000 രൂപ അന്ന് എനിക്ക് തന്നു. ബാക്കി പൈസ 40,000 രൂപ ഇന്ന് തന്നു. 1,00,000 രൂപ തികച്ച ഇത്രയും ദിവസം ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ കൊച്ചെനിക്ക് തന്നു. ചില്ലറ പൈസകളൊക്കെ എല്ലാവർക്കും കൊടുത്തു. ഇനി ഞങ്ങൾ പൈസ ചോദിക്കില്ല, സാധിക്കുമ്പോൾ ഇങ്ങോട്ട് വിളിച്ച് താ എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയാണ്, എനിക്കൊന്നുമില്ല. എനിക്കെൻ്റെ ഇല്ലായ്മകൾ ഇപ്പോൾ എൻ്റെ മനസ്സിലില്ല. എനിക്കെന്തില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എനിക്കെന്തുണ്ട് എന്ന് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അതിനുശേഷം ഈ ഇളയ മകൻ, അവന് ഞാൻ ഇവിടെയാണല്ലോ, ഇളയ മകൻ SLC ഒക്കെ പാസ്സായി, +2 പോകുന്നു. ഞാൻ വിചാരിച്ചു അമ്മ പ്രായമായി, അമ്മയ്ക്ക് ആഹാരം വെച്ച് കൊടുക്കാനുള്ള പ്രാപ്തിയൊക്കെ ഏറെക്കുറെ വയ്യ. അപ്പം കണ്ണിന് ഇച്ചിരി പ്രശ്നമുണ്ട്. പൈസയുടെ ബാധ്യതകൾ അവിടെയുള്ളത് കൊണ്ട് കുടുംബത്തെ ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല. അവരവിടെ ഉള്ളത് കൊണ്ടാണ് പല രീതിയിലും ചെറിയ രീതിയിൽ കാര്യങ്ങൾ പോകുന്നത്. വീണ്ടും ഞാൻ ഇവിടെ വന്നു. എൻ്റെ മകന് എന്തെങ്കിലും ഒരു നല്ല വഴിയിലേക്ക് എൻ്റെ മകനെ വിടണം. ഈ മോൻ എന്നോട് പറഞ്ഞു, മെൽബിൻ എന്നാണ് പേര്, മമ്മി എനിക്ക് സ്കൂബ ഡൈവിങ് പഠിക്കാനാണ് ഇഷ്ടം. സ്കൂബ ഡൈവിങ് കോഴ്സിനെ കുറിച്ച് ചിലർക്കെങ്കിലും അറിയുമായിരിക്കും. ആഴക്കടലിൽ ഓക്സിജനൊക്കെ വെച്ച് പോയി മുങ്ങൽ വിദഗ്ധനെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും വലിയൊരു കോഴ്സ് എൻ്റെ മകൻ തിരഞ്ഞെടുത്തു. അപ്പം ഞാൻ നോ പറഞ്ഞില്ല. എല്ലാവരും നിരുത്സാഹപ്പെടുത്തി. കടലിനടിയിലേക്ക് നേരിട്ട് മുങ്ങുന്ന വിദേശികൾ മാത്രം പഠിക്കുന്ന ഒരു കോഴ്സാണ്. കേരളക്കാർ വളരെ കുറവാണ്. ഇത് മാത്രമേ ഉള്ളൂ മോനെ കറിയാം. എനിക്കത് മതി മമ്മി. അവൻ നീന്താൻ ഭയങ്കര മിടുക്കനാണ്. അങ്ങനെ അവൻ ആ കോഴ്സിന് പോയി. ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് ഇന്ത്യ ഗവർണറുടെ കയ്യിൽ നിന്ന് അവൻ ഡയറക്റ്റ് 40 മീറ്റർ അച്ചീവിന് ഒരു അവാർഡ് വാങ്ങി. ആ മകൻ 40,000 രൂപ സാലറിയിൽ ഡൈവ് മാസ്റ്ററായിട്ട് കർണാടകയിൽ 18 വയസ്സിൽ ഉദ്യോഗസ്ഥനായി. ഈ വിഷുവിൻ്റെ അന്ന് എൻ്റെ മകൻ ജോലിക്ക് കയറി. എൻ്റെ 2 മക്കളും ജോലി കിട്ടി. ഒരുപാട് ശമ്പളം, ഒരുപാട് കാര്യങ്ങളല്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ മക്കൾ ഒരു തോതിലൊരു 5 വർഷം ജോലി ചെയ്താൽ മാത്രമേ ബാധ്യത തീർക്കാൻ പറ്റൂ.